നമസ്കാരം. നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു വലിയ ശക്തിയുടെ ഉറവിടം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഒരുപക്ഷേ നിങ്ങൾ വേണ്ടത്ര ശ്രദ്ധിക്കാത്ത, എന്നാൽ നിങ്ങളുടെ ജീവിതത്തെ മൊത്തത്തിൽ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു എനർജി? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അതിനെക്കുറിച്ചാണ്. ഇതൊന്ന് ആലോചിച്ചു നോക്കൂ. നമ്മുടെ ഏറ്റവും വലിയൊരു പവർ, നമ്മുടെ ജീവന്റെ തന്നെ ഒരു എസെൻസ്, നമ്മൾ അറിയാതെയാണെങ്കിലും ഓരോ ദിവസവും കളയുന്നുണ്ടോ? ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മളിന്ന് തുടങ്ങുന്നത്. അപ്പോ എന്താണ് ഈ പറയുന്ന ഹിഡൻ പവർ? എന്താണ് ഈ നിഗൂഢമായ ശക്തി? നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു ഡയമണ്ട് സൂത്രം എന്ന് പറയാം. വീര്യം, അതായത് നമ്മുടെ ജീവശക്തി, അതാണ് ജീവിതത്തിന്റെ സത്ത. ഇതിനെ വെറുമൊരു ഫിസിക്കൽ കാര്യമായിട്ട് കാണരുത്. നമ്മുടെ ക്രിയേറ്റിവിറ്റിയുടെയും ഓജസ്സിന്റെയും ഒക്കെ ഉറവിടമാണിത്. ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ് എല്ലാ ശക്തിയുടെയും ബേസ്. അതാണ് ഫൗണ്ടേഷൻ. ഇന്നത്തെ കാലത്ത് നമ്മൾ ചിന്തിക്കുന്നതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായൊരു ഐഡിയയാണിത്, അല്ലേ? ശരിക്കുള്ള സമ്പത്ത് എന്ന് പറയുന്നത് ബാങ്കിലുള്ള പൈസയല്ല, മറിച്ച് നമ്മുടെ ഉള്ളിൽ നമ്മൾ സൂക്ഷിക്കുന്ന ഈ എനർജിയാണ്. അത് തന്നെയാണ് ഏറ്റവും വലിയ ഐശ്വര്യം. ശരി, അപ്പോ ഈ ഒരു ആത്മനിയന്ത്രണം അല്ലെങ്കിൽ ബ്രഹ്മചര്യം പ്രാക്ടീസ് ചെയ്താൽ ശരിക്കും എന്ത് സംഭവിക്കും? ഇതിന്റെ റിസൾട്ട്സ് വെറും സങ്കല്പമൊന്നുമല്ല, നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്ന മാറ്റങ്ങളാണ്. ഇതിന്റെ ഫലങ്ങൾ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നതാണ്. മുഖത്തൊരു പ്രത്യേക തേജസ് വരും, കണ്ണുകൾക്കൊരു പ്രത്യേക തിളക്കം, ചിന്തകൾക്ക് നല്ല ക്ലാരിറ്റി കിട്ടും, ബുദ്ധിക്ക് നല്ല ഷാർപ്നെസ് വരും. നമ്മൾ ഈ സംരക്ഷിക്കുന്ന ഊർജ്ജമില്ലേ, അത് നമ്മുടെ ശരീരത്തിലെ ഓരോ സെല്ലിനും ഒരു പുതിയ ലൈഫ് കൊടുക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഇനി നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യത്തിലേക്കാണ് വരുന്നത്. നമ്മുടെ വിൽ പവർ. അതിന്റെ സോഴ്സ് എവിടെയാണ്? എങ്ങനെയാണ് നമ്മൾ ഈ സംരക്ഷിക്കുന്ന എനർജി നമ്മുടെ ഒരു നിശ്ചയദാർഢ്യത്തിന്റെ ഫ്യൂവലായി മാറുന്നത്? നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഡയമണ്ട് സൂത്രം. ഇത് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചു മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ വിൽ പവറിന്റെ ആ ഒരു പവർ വരുന്നത് പുറത്തുനിന്നുള്ള മോട്ടിവേഷനിൽ നിന്നൊന്നുമല്ല. അത് വരുന്നത് നമ്മുടെ ഉള്ളിലുള്ള ഈ ജീവശക്തിയെ നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോഴാണ്. ഈ എനർജി വെറുതെ വേസ്റ്റ് ചെയ്യാതെ സൂക്ഷിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായി നമ്മുടെ വിൽ പവറായിട്ട് മാറും. അപ്പോ ഇത്രയും സ്ട്രോങ് ആയൊരു വിൽ പവർ കിട്ടിയിട്ട് എന്താ കാര്യം? സിമ്പിളാണ്. നമ്മൾ നമ്മുടെ തന്നെ മാസ്റ്റർ ആവുക എന്നതാണ്. നമ്മുടെ ശീലങ്ങളെ നമുക്ക് തന്നെ ജയിക്കാൻ സാധിക്കും. ഇതിന്റെ പ്രോസസ്സ് ശരിക്കും വളരെ ലളിതാണ്. വെറും 3 സ്റ്റെപ്പേ ഉള്ളൂ. സ്റ്റെപ്പ് 1, നമ്മുടെ ജീവശക്തിയെ സംരക്ഷിക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ്, ഇങ്ങനെ നമ്മൾ സേവ് ചെയ്യുന്ന എനർജി അത് തനിയെ നമ്മുടെ വിൽ പവർ പല മടങ്ങ് കൂട്ടും. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, ഈ കിട്ടിയ പവർഫുൾ വിൽ പവർ വെച്ചിട്ട് ഏത് ചീത്തശീലത്തെയും നമുക്ക് ഈസിയായിട്ട് ഓവർകം ചെയ്യാൻ പറ്റും. ഈ പുസ്തകത്തിൽ ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ ശരിക്കും വിജയിക്കാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ വഴി ഇതുതന്നെയാണ്. തന്റെ ഉള്ളിലെ ഈ ഏറ്റവും വലിയ ശക്തിയെ ആരാണോ സംരക്ഷിക്കുന്നത്, ആ വ്യക്തിക്കെന്തും നേടാൻ സാധിക്കും. നമ്മൾ ഇത്രയും നേരം സംസാരിച്ച ഈ അമൂല്യമായ അറിവുകളുണ്ടല്ലോ, ഇതെല്ലാം യുഗഋഷി പണ്ഡിറ്റ് ശ്രീരാം ശർമ്മ ആചാര്യയുടെ വളരെ പ്രശസ്തമായൊരു പുസ്തകത്തിൽ നിന്നെടുത്തതാണ്. പുസ്തകത്തിന്റെ പേര് മാനവീയ വിദ്യുത് കെ ചമത്കാർ എന്നാണ്. അതിന്റെ മലയാളം ഏകദേശം മനുഷ്യനിലെ വൈദ്യുതിയുടെ അത്ഭുതങ്ങൾ എന്നുവരും. അപ്പോ നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഈ ഒരു വലിയ ശക്തിയെ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടി എനർജറ്റിക് ആക്കാൻ നിങ്ങൾ റെഡിയാണോ? എന്തുകൊണ്ട് ഈ ഒരു യാത്ര ഇന്ന് തന്നെ തുടങ്ങിക്കൂടാ? ഒന്ന് ചിന്തിച്ചു നോക്കൂ.